ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 24-ാം വാർഡിൽ UDFന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ ജനസേവന കേന്ദ്രം പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളെ ആദരിക്കലും അനുമോദന സദസ്സും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 24-ാം വാർഡിൽ പുതിയതായി ആരംഭിച്ച ജനസേവന കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDFന്റെ നേതൃത്വത്തിൽ ഈ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്ത് വിഷമം ഉണ്ടായാലും അവിടേക്ക് ഓടിയെത്താൻ കഴിവും പ്രാപ്തിയുമുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രദീപ് നമ്പ്യാത്ത് ഇവിടെ ഈ 24-ാം വാർഡിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഓഫീസുമായി ചെറിയ ഒരു ഓഫീസാണെങ്കിലും ഇത് വളർന്ന് പന്തലിച്ച് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം സബലീകരിക്കുന്ന ഒരു ഓഫീസായി മാറട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്റെ സന്തോഷകരമായ ഇവിടെ മുതിർന്ന ആളുകളായിട്ടുള്ള സുന്ദരേട്ടൻ ഉൾപ്പെടെ അതുപോലെ തന്നെ എല്ലാ മെമ്പർമാരും ഇവിടെ ഉണ്ട്. അവരെല്ലാവരുടെ സമ്മതത്തോടു കൂടി ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവഹിച്ചു. ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട UDFന്റെ ജനപ്രതിനിധികളെ ആദരിക്കുകയും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. UDF മെമ്പർമാരും വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളാനും മാധ്യമങ്ങൾ തയ്യാറാവണം. 2 മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. സമീറും അതുപോലെ തന്നെ വിഷ്ണു, വിനോദ് നായർ ഉൾപ്പെടെ, അനിയത്തൻ ഉൾപ്പെടെ, അതുപോലെ തന്നെ മുൻ മെമ്പർ സതീഷ് ഇവിടെ ഉണ്ട്. സതീഷ് ഒരു മകനെ പോലെയാണ് ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങൾക്കും നമുക്കറിയാം. അദ്ദേഹമുണ്ട്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് പറഞ്ഞു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഭാഗ്യം കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെയുള്ള ആത്മാർത്ഥമായ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈറ്റില്ലമാണ് ബംഗാളൂർ ഈ പ്രദേശം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. 23, 24 വളരെ നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. ആ 23, 24 നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കാൻ കാരണം, നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിരുന്നു. കാണാൻ പറഞ്ഞ മനസ്സിൽ ഞാൻ അവിടെ അവസാനം എണ്ണി വരുമ്പോൾ 4 വാർഡ് 21, 22, 23, 24 4 വാർഡ് അടുപ്പിച്ച് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UDFന് കിട്ടിയപ്പോഴാണ് 12 ആയത്. അപ്പം ആ ഇതിൽ സരിതയ്ക്കും മാനസികമായി എന്താവും കാശിയും സരിതയും വന്നേർന്നില്ല. കാരണം ടെൻഷൻ ഉണ്ടാവും. പ്രിയ ബാലാജിയെ നിലവിളിച്ചിട്ട് കണ്ണ് നോക്കിയാൽ ഒരു പൊടി കാണാവുന്ന രീതിയിൽ പോയിരുന്നായിരുന്നു. എല്ലാവരും മാനസികമായ ഒരു വിഷമത്തിലായിരുന്നു. കാരണം 12ഉം പിന്നെ 4 എണ്ണ കിടക്കുക. മനസ്സിലായോ? 12 CPM വോട്ട് 12 മെമ്പർമാരെ സൃഷ്ടിച്ചിട്ടാണ് പിന്നെ 4 എണ്ണം പോകുന്നത്. അതൊന്നും ഒരെണ്ണം പോയാൽ ഭരണം പോയി. അപ്പോൾ ആ ഒരു മാനസിക അവസാനം നയനയും ഇവരെല്ലാവരും പോയപ്പോഴും പ്രിയ കുറേ അറ്റത്ത് പോയിരിക്കുക. ഒരു ശബ്ദം ഇവിടുന്ന് എന്താ കേൾക്കണമെന്ന് നോക്കിയാൽ തോറ്റെങ്കിൽ അങ്ങനെ പോവാം എന്നുള്ള നിലയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കുട്ടിയോട് പറഞ്ഞിരുന്നു, നീ എന്തായാലും ജയിക്കും. 700 ചില്ലറ വോട്ടാണ് അവിടെ പോൾ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 80 വോട്ടാണ് ജയിച്ചത്. മാത്രമല്ല 100 ചില്ലറ വോട്ട് നമുക്ക് അടിയുറച്ച വോട്ടുകൾ 23-ാം വാർഡിലേക്ക് പോന്നു. ജനകീയ വികസന പ്രവർത്തനങ്ങൾക്കും സേവനങ്ങൾക്കും മുൻഗണന നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വാർഡിന്റെ പുരോഗതിക്കേറെ സഹായകമാകുമെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ഇന്നിവിടെ നമ്മൾ ഒരു ജനസേവന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനമാണ് നടന്നിട്ടുള്ളത്.
എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ അത് വളരെ നല്ലൊരാശയമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ അധികം ആളുകൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പഞ്ചായത്തിലേക്ക് ഓടി വരും. ചിലപ്പോൾ അവിടെ മെമ്പർ ഇല്ലെങ്കിൽ അവരവിടെ മെമ്പർ അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം വെക്കുകയാണെങ്കിൽ അവിടെ അതിനുള്ള സംവിധാനങ്ങൾ വെക്കുകയാണെങ്കിൽ മെമ്പർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ജനസേവന കേന്ദ്രത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അർപ്പിതയെ പോലുള്ള കുട്ടികളൊക്കെ ഏത് സമയവും അവനെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ള കാരണം കൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വീകരണമാണ് തന്നിട്ടുള്ളത്. ഈ സ്വീകരണം നടന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ആദ്യമായി എൻ്റെ പേരിൽ നന്ദി പറയുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണസമിതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ആവശ്യങ്ങളുണ്ടായിരിക്കും, പക്ഷേ എല്ലാം ഒന്നും നമുക്ക് ഇതാക്കി കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്കും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിങ്ങളോട് കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണം നല്ല രീതിയിലുള്ള ഭരണം കൊണ്ടുപോകുന്നതിന് നമുക്ക് ആവശ്യമാണ്. അതുണ്ടാവണമെന്നോട് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. CCV ന്യൂസ് ചേലക്കര.